സമ്പ്രദായം മുസ്ലിങ്ങളിലും എത്തിയെന്ന. ഇസ്ലാം പറഞ്ഞെന്താ? വിവാഹം കഴിക്കുമ്പോ മഹർ അങ്ങോട്ട് കൊടുക്കണം, പെണ്ണിന് കല്യാണം കഴിക്കുമ്പോ മഹർ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം പെണ്ണിനെ കെട്ടാൻ, പെണ്ണിനെ കൊണ്ടുപോകാനെന്നാ. പക്ഷേ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളക്കരയിൽ എന്താ നമ്മുടെ ആചാരം? എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ നിലപാട്? കല്യാണം കഴിക്കണമെങ്കിൽ വരല് പൈസ ഇങ്ങോട്ട് കൊടുക്കണം. ആര് കൊടുക്കണം? പെണ്ണിന്റെ വാപ്പ കൊടുക്കണം, ഇല്ലെങ്കിലോ കിട്ടൂല. ചെക്കൻ പറയാണ് എത്ര വേണം? 5 ലക്ഷം വേണം, 50 വേണം, കാറ് വേണം, പറമ്പ് വേണം, വിസ വേണം. ചെറുക്കൻ ആവശ്യപ്പെടുകയാണ്. ഈ പയ്യൻ ചോദിക്കുകയാണ്, എരന്നു വാങ്ങുകയാണ്. ചോദിക്കാൻ അവകാശമുണ്ടത്രേ. മുസ്ലിം സമൂഹത്തിനിടയിലെ ഈ സ്ത്രീധന സമ്പ്രദായം ആര് കൊണ്ടുവന്നു? ഏത് മാലിക് ഇബ്നു ദീനാറും കൂട്ടരാ ഇത് പഠിപ്പിച്ചത്? ഏത് പ്രവാചകനാ ഇത് പഠിപ്പിച്ചത്? പക്ഷെ മുസ്ലിം സമൂഹത്തിന് അത് വ്യാപകമായി. ഈ സ്ത്രീധനം കൊടുക്കുന്ന സദസ്സുകളിൽ അൽഫാത്തിഹ വിളിക്കാൻ മുല്ലമാരുണ്ട്. സ്ത്രീധനം കൈമാറിക്കഴിഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് കേൾക്കാം അൽഫാത്തിഹ. എന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് ബർക്കത്തിന് വേണ്ടി ദുആ ഇറക്കുകയാണ്. എന്തിന്? ഈ സ്ത്രീധനം കൈമാറിയതിന്. അപ്പോൾ സമൂഹത്തിന്റെ അംഗീകാരത്തോടെ തന്നെ സമൂഹത്തിൽ സ്ത്രീധന സമ്പ്രദായം വളർന്നു പന്തലിച്ചു. എങ്ങനെ വന്നു ഈ സംസ്കാരം? ആര് പഠിപ്പിച്ചു ഈ സംസ്കാരം? മാലിക് ഇബ്നു ദീനാർ കൊണ്ടുവന്നതാണോ? അല്ല. മുഹമ്മദ് നബി പഠിപ്പിച്ചതാണോ? അല്ല. സമൂഹത്തിൽ നിലനിന്നതാണ്. അതിനെ വരെ ഇന്നും ന്യായീകരിക്കുന്ന ഏക പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്തയാണ്. അല്ലേ? തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ടാണ് ഒരു മുസ്ലിയാർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, ഒരാൾ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചൊരാൾ തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ വേറൊരു മുസ്ലിയാർ എണീറ്റ് പറഞ്ഞത് അയാൾക്ക് കിട്ടിയില്ല, അയാൾ പെട്ടു, അതുകൊണ്ട് മറ്റുള്ളവരും പെടണമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതുകൊണ്ട് മൂപ്പര് പെട്ടതുപോലെ മറ്റുള്ളവരും പെടും എന്ന് അത് വിചാരിച്ചുകൊണ്ടാവും ചോദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചവൻ പെട്ടുപോയി. അതുകൊണ്ട് അതുപോലെ മറ്റൊരുത്തരും പെടാ നിൽക്കണ്ട എന്നാണ് മുസ്ലിയാർ കൊടുക്കുന്ന സൂചന. അതിനെ ന്യായീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൽ ഇസ്ലാമികമല്ലാത്ത സംസ്കൃതികൾ മുസ്ലിം സമൂഹത്തിൽ കടന്നു വന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? ലാ തഖൂമുസ്സാ ഹത്താ തൽഹഖ ഖബായിലു ബിൽ ഉമ്മത്തി ബിൽ മുശ്രികീൻ. ലാ തഖൂമുസ്സാ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. എന്റെ ഉമ്മത്തിൽ നിന്നൊരു സമൂഹം മുശ്രിക്കുകളുമായി സന്ധിയാകാതെ, മുശ്രിക്കുകളുമായി അവർ യോജിപ്പിലെത്താതെ, അവരുമായി സന്ധിയാകാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ, വിഗ്രഹങ്ങളെ പൂജിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലോകാവസാനം സംഭവിക്കും. ആ സംഭവിക്കുന്നതിന് മുമ്പായി ലോകത്ത് സംഭവിക്കേണ്ടത് എന്താ? എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിയാകും. എന്ന് മാത്രമല്ല, അവർ വിഗ്രഹാരാധന വരെ നടത്തുമെന്നാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സാ. ലാത്തയും ഉസ്സയും രണ്ടാമത് ഇവിടെ ആരാധിക്കപ്പെടും. ഓരോ രാവും ഓരോ പകലും കൊടിയും തോറും, ഓരോ ദിനങ്ങൾ മാറി പോകും തോറും ലാത്ത രണ്ടാമത് ഇവിടെ ആരാധിക്കപ്പെടും, ഉസ്സ രണ്ടാമത് ഇവിടെ ആരാധിക്കപ്പെടും. നമുക്കറിയാം മക്കം ഫതഹിന്റെ ദിവസം, ആ മക്കം ഫതഹിന്റെ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ട് വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തെത്തിയിട്ട് ആ കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ട് ആ താക്കോൽ പ്രവാചകൻ വാങ്ങിയിട്ട് ആ കഅബാലയത്തിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറിയിട്ട് ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിഷ്ഠിച്ച ഏറ്റവും വലിയ വിഗ്രഹമായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം പ്രവാചകൻ തന്റെ തൃക്കരം കൊണ്ട് പിടിച്ച് വലിച്ചു പുറത്തേക്കിട്ടു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം വലിച്ചു പുറത്തേക്കിട്ടു. മൂന്നാമതായി പ്രവാചകൻ കൈവച്ച വിഗ്രഹം ലാത്തയുടെ വിഗ്രഹമാണ്. പിന്നെ കൈവച്ച വിഗ്രഹം ഉസ്സയുടെ വിഗ്രഹമാണ്. ആ വിഗ്രഹങ്ങളെ വലിച്ചു പുറത്തേക്കിട്ടിട്ട് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ജാഅൽ ഹഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക, സത്യം വന്നു അസത്യം തകർന്നു, അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് തല്ലിത്തകർത്ത ലാത്തയുടെ വിഗ്രഹം രണ്ടാമത് ഇവിടെ ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകും. ഉസ്സയുടെ വിഗ്രഹം രണ്ടാമത് ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകും. ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും കൊടിയും തോറും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ഈ പ്രവചനം വരെ സമൂഹത്തിൽ കടന്നു വരുന്നത് പുലർന്നു വരുന്നത് കാണേണ്ടി വരികയാണ്. മാന്യ സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലും സമൂഹത്തിൽ കടന്നു വരുന്നത് കാണേണ്ടി വരികയാണ്. ലാത്ത എന്ന് പറയുന്ന വ്യക്തി
അദ്ദേഹം മഹാനാണെന്ന് വിശ്വസിച്ചാൽ ഇനി ലാത്തയോടും തേടാമെന്നാണ് പുതിയ ഫത്വ. ലാത്ത മഹാനാണെന്ന് വിശ്വസിച്ചാൽ മതി, എങ്കിൽ ലാത്തയോടും തേടാം. ലാത്ത മഹാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ശിർക്കല്ലെന്ന് മാത്രമല്ല, അത് തൗഹീദാണ് എന്നാണ്. കേട്ടോളൂ നിങ്ങൾ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലാത്ത മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അഥവാ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. സൂറത്ത് നജ്മിന്റെ വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 16-ാമത്തെ വാല്യത്തിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. റിജാലിൻ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിമല്ല, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജർ അസ്കലാനി അവിടെ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായൊരു അഭിപ്രായമാണ്. അഥവാ 3 അഭിപ്രായം കയ്യില, ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഒന്ന്, വിഗ്രഹത്തിന്റെ പേരാണ് അസ്നാമി, വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹ്യങ്ങളുണ്ട്, ആ സാലിഹ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്. ആയിക്കോട്ടെ, ആ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നു. ഇവിടുത്തെ മുസ്ലിമീങ്ങളായ നാം ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു. ഞാൻ ഈസാ നബിയോട് സഹായം ചോദിക്കുന്നു. ഓ ഈസാ നബിയെ, നബിയുല്ലാഹി ഈസാ, യാ നബിയുല്ലാഹി ഈസാ, ഓ ഈസാ നബി അലൈഹിസ്സലാം ആകുന്ന അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ധർമ്മമുള്ളതാണ്, അതെനിക്ക് ബാധ്യതയുള്ളതാണ്. ആ ചോദ്യം കൊണ്ട് ഞാൻ കുഫ്റാകുന്നില്ല, ഞാൻ ശിർക്കാകുന്നില്ല. ഞാൻ 1-ാം നമ്പർ ഇസ്തിഗാസയും ഇസ്തിആനത്തുമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കർത്താവായ യേശു എന്നും ദൈവപുത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല, അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നവന്റെ വിശ്വാസവും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ യാ നബി അല്ലാഹി ഈസാ, അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവിയെ ഇവിടുത്തെ ഇതര സഹോദര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രിയായും മാതാവായ ദൈവമെന്നുമൊക്കെ അവർ പറയുന്നു. അങ്ങനെ ദൈവീക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ദുരൂപത്തിൽ വിളിച്ചാൽ ആ വിളി ശിർക്കാണ്. നേരെ മറിച്ച് യാ വലിയത്തുല്ലാഹി മറിയം, ഓ അല്ലാഹുവിന്റെ വലിയത്തായ മറിയം ബീവിയെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വിളിച്ചാൽ അതെനിക്ക് ഇസ്തിഗാസയാണ്, അതെന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ്. ഇതുപോലെ ലാത്ത വലിയുല്ലാഹി എന്ന ഖൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ വലി എന്ന മഹാത്മാവെന്ന ഖൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ല. കണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം, ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം മാറി നിൽക്കുന്നത്, സമസ്തയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണിത്. ഒരിക്കലും ഒരു മുജാഹിദ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്ലാഹി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഈ വാദവുമായി യോജിക്കാൻ കഴിയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വാദവുമായി യോജിക്കാൻ കഴിയില്ല. കാര്യമെന്താ? നമുക്കറിയാം, 14 മുമ്പ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണലാരുണ്യത്തിൽ വന്നിട്ട് തൗഹീദ് പറയുകയാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണോ, ജനങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടത് ലാത്തയല്ല, നിങ്ങൾ ആരാധിക്കേണ്ടത് ഉസ്സയല്ല,
നിങ്ങൾ ആരാധിക്കേണ്ടത് മനാത്തയല്ല, നിങ്ങൾ ആരാധിക്കേണ്ടത് ഹുബുലുല്ലയല്ല. നേരെ മറിച്ച് ലാത്തയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇസ്മായിൽ നബിയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇസ്മായിൽ നബിയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾക്ക് അന്നം നൽകുന്ന റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറയുമ്പോൾ വിശുദ്ധമായ തൗഹീദിന്റെ സുന്ദരമായ ആദർശം കേട്ടിട്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നത് നമുക്കറിയാം എണ്ണപ്പെട്ട ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ വളരെ അങ്കുലി പരിമിതരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കൂട്ടത്തിൽ ആ നാട്ടിലുള്ള അടിമകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. അതിൽപ്പെട്ട മഹൽ വ്യക്തിത്വമാണ് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹാ. അബൂജഹലിന്റെ അടിമയായിരുന്ന മഹദി സുമയ്യ റളിയല്ലാഹു അൻഹാ താൻ അടിമത്തം പേറുമ്പോഴും അബൂജഹലിന്റെ അടിമയായി കഴിയുമ്പോഴും അതേ പ്രവാചകന്റെ നാവിൽ നിന്ന് കേട്ട തൗഹീദ് അതേ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചെവിയിലെത്തി കഴിഞ്ഞപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അവർ ഉൾക്കൊള്ളുകയാണ്. അവർ പ്രഖ്യാപിച്ചു പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി കള്ളപ്രവാചകനല്ല, മുഹമ്മദ് നബി സാഹിറല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്നൂനല്ല, നേരെ മറിച്ച് അല്ലാഹുവേ നിന്റെ ദൂതനാണ്, നിന്റെ പ്രവാചകനാണെന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് പ്രഖ്യാപിച്ച് താൻ അതുവരെ ആരാധിച്ചു കൊണ്ടുവന്ന ലാത്തയുടെ വിഗ്രഹം തകർക്കുമ്പോൾ അത് വലിച്ചു പുറത്തേക്കിടുമ്പോൾ തന്റെ യജമാനൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല സുമയ്യ നിനക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഞാൻ ഏകനായ റബ്ബിനെ അറിഞ്ഞു, ഞാൻ എന്റെ രക്ഷിതാവിനെ അറിഞ്ഞു, ഞാൻ എന്റെ ഇലാഹിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അരിശം പൂണ്ട അബൂജഹൽ ആ സുമയ്യയുടെ നേരെ കയർക്കുകയാണ്. എന്താ സുമയ്യ നീ പറയുന്നത്, എന്താ നീ വാദിക്കുന്നത്, മുഹമ്മദിന്റെ ആദർശം നീയും സ്വീകരിച്ചോ, ആ പുത്തൻവാദം നീയും സ്വീകരിച്ചോ, ഇത് ഒരിക്കലും നിന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റിയതല്ല, നീ എന്റെ അടിമയാണ്, നിന്റെ യജമാനൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ രാജിവെക്കണമെന്ന് പറയുമ്പോൾ തങ്ങളെക്കാൾ വലിയ യജമാനൻ രാജാതിരാജനായ അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്റെ വിശ്വാസത്തിൽ മാറ്റം വരുത്താൻ ഈ ദുനിയാവിലെ കേവലം യജമാനായ തങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലെന്ന് സുമയ്യ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ പ്രലോഭിപ്പിക്കുകയാണ് അബൂജഹൽ. എന്താ സുമയ്യ നിനക്ക് വേണ്ടത്, അതേ ഈ അടിമത്വത്തിൽ നിന്നുള്ള മോചനം വേണോ, നിനക്ക് പണം വേണോ, സമ്പത്ത് വേണോ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ വേണോ, എന്ത് വേണമെങ്കിലും നിനക്ക് തരാമെന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും വേണ്ടതില്ല, ഈ അടിമയായി കഴിയുന്ന അവസ്ഥയിലും അതേ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിലും എന്റെ ഈ വിശ്വാസം മാത്രം എനിക്ക് സംരക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്റെ കിങ്കരന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂജഹൽ ആക്രമിക്കുകയാണ്, അടിക്കുകയാണ്, തൊഴിക്കുകയാണ്, ചാട്ടവാറുകൊണ്ട് ആ സ്ത്രീ ശരീരത്തെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ആ ഘട്ടത്തിലും ആ മഹദി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാചകം എന്താണെന്നറിയുമോ, അബൂജഹലെ നിന്റെ ചാട്ടവാറുകൊണ്ട് എന്റെ ആദർശത്തെ തകർക്കാൻ കഴിയില്ല, നിന്റെ ചാട്ടവാറുകൊണ്ട് എന്റെ മനസ്സിനെ തകർക്കാൻ കഴിയില്ല, നിന്റെ ചാട്ടവാറുകൊണ്ട് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു പോയ തൗഹീദിനെ തകർക്കാൻ കഴിയില്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നാ മഹദി വിളിച്ചു പറയുമ്പോൾ അരിശം പൂണ്ട അബൂജഹൽ വലിയൊരു കടാരയുമായി കടന്നു വന്നിട്ട് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ കാലുകൾ മുറിച്ചു മാറ്റുകയാണ്, കാലുകൾ വെട്ടിമാറ്റുകയാണ്. കാലുകൾ നഷ്ടപ്പെട്ട് കടന്നു പിടയുന്ന സുമയ്യയുടെ മുഖത്ത് ലാത്തയുടെ വിഗ്രഹം കുത്തിക്കൊണ്ട് അബൂജഹൽ പറഞ്ഞു, വിളിയടി ലാത്ത എന്ന്, വിളിയടി ഉസ്സ എന്ന്. ആ സന്ദർഭത്തിലും മഹദി സുമയ്യ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഇല്ല ഞാൻ എന്റെ നാവ് കൊണ്ട് വിളിക്കില്ല, ലാത്ത എന്ന് വിളിക്കില്ല, ഉസ്സ എന്ന് വിളിക്കില്ല, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണെന്ന് വിളിച്ചു പറയുമ്പോ അതേ രക്തം പുരണ്ട തന്റെ കയ്യിലുള്ള ആ കടാര കൊണ്ടുവന്ന് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കൈകളും മുറിച്ചു മാറ്റിയിട്ട് ലാത്തയുടെ വിഗ്രഹം കൊണ്ടുവന്ന് മുഖത്ത് കുത്തിയിട്ട് അബൂജഹൽ പറയുന്നു, വിളിയടി ലാത്ത, വിളിയടി ഉസ്സ എന്ന് പറയുമ്പോ ഇല്ല ഞാൻ വിളിക്കില്ല, ലാത്ത എന്ന് വിളിക്കില്ല, ഉസ്സ എന്ന് വിളിക്കില്ല, അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണെന്ന് വിളിച്ചു പറയുമ്പോ കൈകാലുകൾ നഷ്ടപ്പെട്ട ആ മാംസപിണ്ഡം അവശേഷിക്കുന്ന ഘട്ടത്തില്, അവിടെ കിടന്ന ആ മാംസഖണ്ഡം പിടയുന്ന ഘട്ടത്തില് ചുട്ടുപഴുത്ത കുന്തം കൊണ്ടുവന്നിട്ട് ആ മഹദി സുമയ്യ റളിയല്ലാഹു അൻഹ